എന്നിലെ മലയാള സിനിമാ സ്നേഹിയെ സംബന്ധിച്ച് ഈ വീക്കെൻഡിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു. പ്രേമലു എനിക്ക് ഇഷ്ടപ്പെട്ടു, അന്വേഷിപ്പിൻ കണ്ടെത്തും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനൊരു തമിഴ് സിനിമയ്ക്ക് തല വെച്ചു, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് കഴിഞ്ഞ് ഞാനൊരു മലയാള സിനിമ കൂടി തിയേറ്ററിൽ പോയി കണ്ടു. എനിക്കതത്ര വർക്കായില്ല. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു തമിഴ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്കത് അത്രയധികം ഇഷ്ടപ്പെട്ടു. അതായത് പ്രേമലു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ആസ്വദിച്ച് കണ്ട് ചിരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എങ്ങനെയായിരിക്കും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലവർ എന്ന് പറയുന്ന ഈ സിനിമ തന്നെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പ്രേമലു ഞാൻ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് കണ്ടതാണ്. പക്ഷേ ആ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ആ റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നസ്ലൈൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം അങ്ങനെ ആവുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം നസ്ലൈൻ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും കോമഡിയായി മാറുന്ന കഥാപാത്രം ഞാനായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് ആൺകുട്ടികളായിരുന്നു. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു സുഹൃത്തെങ്കിലും ഒരാൾക്ക് ഉള്ളത് കൊണ്ടാണ് ആളുകളത് ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു സിറ്റുവേഷനെ കാണിച്ച് നമുക്ക് വെറുതെ ചിരി വരില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള, ശരിയായി ചേർന്ന് പോകാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറയാവുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വേർഷനിലൂടെ അവതരിപ്പിക്കുകയാണ് ലവർ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. ഇതിൽ പുകഴ്ത്തി പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ആദ്യം പറയേണ്ടത് പെർഫോമൻസുകൾ തന്നെയാണ്. മണികണ്ഠൻ ഗംഭീരമായിട്ട്, പുള്ളിയുടെ എല്ലാ സിനിമയും പുള്ളി അങ്ങ് ജീവിക്കുകയാണ്, അർമാദിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ പുള്ളി പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അതായത് എല്ലാ സീക്വൻസും പുള്ളി അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അയാളിൽ നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അയാൾ ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, പല സമയത്തും അയാളിടുന്ന എക്സ്പ്രഷൻസ്, ഈവൻ ബ്രീത്തിങ് പോലും, അതായത് അയാളുടെ ബ്രീത്ത് കയറി ഇറങ്ങി പോകുന്ന ആ സ്പീഡിൽ പോലും ഒരുപാട് ആത്മാംശം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ അഭിനേത്രിയുടെ പേര്, പൊതുവേ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ മിക്കവാറും നായകന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള സിനിമ ആയതുകൊണ്ട് കൂടിയാണ് എങ്കിൽ പോലും അഭിനേത്രിമാരുടെ പേരുകൾ അന്വേഷിച്ച് നമ്മൾ പോകുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഗൗരിപ്രിയ എന്ന് പറയുന്ന ഇതിലെ ലീഡ് കഥാപാത്രം ചെയ്തിരിക്കുന്ന ആ പെൺകുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ നായകനെ അവർ കാണുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് ഒരു 3-4 സെക്കൻഡ് എന്തുള്ള അവരുടെ എക്സ്പ്രഷൻ കാണിക്കുന്നത്, ഇയാളെ കണ്ടു, ഇയാളാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻറ്റ്. അവിടെ ഈ ഭയവും അതുപോലെ തന്നെ കൺഫ്യൂഷനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അയ്യോ ഒരു അടിപൊളി എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഈ അടിപൊളി എക്സ്പ്രഷൻസിനെയൊക്കെ എടുത്ത് മുന്നിലേക്ക് വെക്കാൻ പാകത്തിന് ഇവർക്ക് സ്പേസ് ഒരുക്കി കൊടുക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്, പ്രഭുറാം വ്യാസ്. അതായത് ഇവരിങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുക എന്ന് പറയില്ല, ഇവരിലെ പ്രതിഭയെ മുഴുവൻ ആ സീക്വൻസുകളിലേക്ക്, ആ കഥാപാത്രങ്ങളെ അവരിൽ നിന്ന് തന്നെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന പോലെ അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിവ്യൂയിലുടനീളം ഞാൻ പോസിറ്റീവായി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം സംവിധായകനുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പ്രേമലുവിൻ്റെ റിവ്യൂ ചെയ്തപ്പോഴും റിവ്യൂവിൻ്റെ തുടക്കത്തിൽ സംവിധായകൻ്റെ പേര് പറഞ്ഞത് ഒഴിച്ചാൽ അദ്ദേഹത്തെ വാരിക്കൊരു പുകഴ്ത്തിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സിനിമ നന്നായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സംവിധായകനുള്ളതാണ്, അത് പേരെടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആൻഡ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ സൈഡ് തന്നെയാണ്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് പെർഫെക്റ്റ് ആണ്. അതായത് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ അവരൊരു യാത്രയൊക്കെ തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ അവരുടെ ഒരു യാത്ര, ആ യാത്ര മുതൽ ശരിക്കും ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഞാൻ വിട്ടു. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്പി പോലെയായിരുന്നു. അത് ഞാൻ അടുത്ത പോസിറ്റീവിൽ പറയാം. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കത്തക്ക തരത്തിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയാണ് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാവാതെ, ഇതിൽ മ്യൂസിക് വന്നു പോകുന്നതാണെങ്കിലും വിഷ്വലിൻ്റെ ഓരോ ട്രാൻസിഷൻ, ഓരോ സീക്വൻസുകൾ കട്ടായി വരുന്നതും ഒക്കെ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തെ പോസിറ്റീവ്, ഇറ്റ്സ് തെറാപ്പി. ഈ ആദ്യ പ്രണയം എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ആവറേജ് പയ്യനെ സംബന്ധിച്ച്, ഒരു ആവറേജ് കുടുംബത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫാമിലി സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന ഒരു പയ്യനെ സംബന്ധിച്ച്, അതും ഈ പറയുന്ന ബോളിവുഡ് ലുക്കോ അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക ടാലൻറ്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു പാവം പയ്യനെയൊക്കെ സംബന്ധിച്ച് ആദ്യ പ്രണയം എന്ന് പറയുന്നത് അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്ന, അത് നമ്മുടെ സാമൂഹ്യ അവസ്ഥയുടെ ഒരു പ്രശ്നമാണെന്നേ ഞാൻ പറയുള്ളൂ. 16-ാമത്തെയോ 17-ാമത്തെയോ വയസ്സിൽ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു അട്രാക്ഷനെ, അതിനെ ഇവളെൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഭാര്യ എന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രണയിക്കുന്ന, അത്രയും സീരിയസ് ആയിട്ട് അതിലേക്ക് പോകുന്ന ആൺകുട്ടികളാണ്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. അതായത് ഈ പഠനകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി, വേഗം കല്യാണം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ഇനി അങ്ങോട്ടും ജീവിതം ഉണ്ടെന്നും, എൻ്റെ ഒരു 10, 25, 28, 30 വയസ്സുകൾ എന്ന് പറയുന്നത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പുതിയ ഒരുപാട് കാര്യങ്ങൾ തരുന്നൊരു വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോകുന്നതിന് പകരം ഒരു റിലേഷൻഷിപ്പിൽ അങ്ങ് തൂങ്ങുകയാണ്. വേറെ വഴിയില്ല എന്നിട്ടാ. ഇതിലെ കേന്ദ്ര കഥാപാത്രം പറയുന്ന പോലെ എനിക്ക് പേടിയാവുന്നടി എന്ന് പറയുന്നൊരു സിറ്റുവേഷനില്ലേ, നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന്, ആ രീതിയിൽ ലോക്കായി പോകുന്ന, അത് പുറത്തുനിന്ന് ആരും ആ പെൺകുട്ടി ഒന്നും ആക്കി വെക്കുന്നതല്ല,
നമ്മൾ ലോക്കായി പോകുന്നതാണ് അങ്ങോട്ട് ചെന്നിട്ട്. ഒരു ആൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ്. കാര്യം വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടാത്ത എന്തോ ഒന്ന് ഈ പെൺകുട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും അത് ജീവിതാവസാനം വരെ കിട്ടുമെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിന് മുതലെടുക്കുന്ന പെൺകുട്ടികളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആൺകുട്ടികളുടെ അവസ്ഥ അതാണ്. അതിൽ തൻ്റെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ടെൻഷൻ്റെ പുറത്ത്, നഷ്ടപ്പെടുത്താൻ ബാക്കി ആരെങ്കിലും കാരണമാവോ, ഇനി അവൾ എന്നെ ചതിക്കോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ചിന്തകളുടെയൊക്കെ പുറത്ത് പലരും കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വിക്രിയകളുണ്ട്. അതിലൊത്തിരി കാര്യങ്ങൾ ഹൈലി ടോക്സിക്കാണ്. ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ആജീവനാന്തം ചുമക്കേണ്ടി വരുന്ന ട്രോമ അവരുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ആൺകുട്ടി ആ പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. പല സമയത്തും അവനുണ്ടായി പോകുന്ന ഗതികേടുകളുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ സിനിമയിൽ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യോജിക്കുന്നതും യോജിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ പ്രേമലു കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നസ്ലേൻ്റെ ക്യാരക്ടറിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ അവിടെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചു, കുറച്ച് സമയം സൗഹൃദം കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും അവളിനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അവളല്ലാതെ വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു ആൺകുട്ടി എത്തിച്ചേരുന്നത് സങ്കടകരമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി അവൾക്കിത് സെറ്റാവില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല, ഇതിൻ്റെ ഫ്യൂച്ചർ വളരെ രൂക്ഷമായിരിക്കും എന്നൊക്കെ തോന്നുമ്പോൾ അവൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് സ്മൂത്തായി ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് ദിവൻ്റെ ഈ പറയുന്ന പേടി കൂടി അതിലൊരു എലമെൻ്റാണ്. പിന്നെ മാച്ച് ആവാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ +2 പഠിക്കുന്ന 2 പേര് പ്രേമിക്കുന്നു. അവർ 2 പേരും യൂണിഫോം ഇട്ട് ആ ക്യാമ്പസിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കൂട്ടത്തിൽ എൻ്റെ സ്കൂളിലുള്ള മറ്റേത് കുട്ടികളെയും പോലെ 2 കുട്ടികൾ മാത്രമാണ്. അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോ അവരുടെ പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും അവിടെ വിഷയമല്ല. അവർ 2 കുട്ടികൾ, അവർക്കിടയിൽ പ്രണയം ഉണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യും, കഥകൾ പറയും, ഒരുപാട് സ്വപ്നങ്ങളും കാണും. അതൊക്കെ അവർ കണ്ടോട്ടെ. പക്ഷേ അതാണ് ജീവിതത്തിലെ ഒരേ ഒരു റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാലും കോളേജിലേ ഡിസൈഡ് ചെയ്തു ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. നമ്മൾ ഈ പറയുമ്പോൾ ഞാൻ മറ്റേ വസന്തമോ അമ്മാവനോ ഒക്കെ പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിനെയും ദിസ് ഈസ് ദി ലാസ്റ്റ് വേർഡ് എന്ന് വിചാരിക്കരുത്. ഒരു റിലേഷൻഷിപ്പിനെയും. ആൻഡ് നമുക്കിനി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. പൊട്ടിക്കരഞ്ഞ് വിഷമിച്ച് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ഐഡിയ ഇല്ലാതെ അത്രയും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ദുരന്തം പിടിച്ച സ്റ്റേജാണത്. പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്യണം. അല്ലാതെ ആ ഒരു സിറ്റുവേഷനെ പേടിച്ച് ജീവിതം വെറുതെ ദുരന്തമാക്കി കളയരുത് എന്ന് പറയുന്നത്. ഇതിലെ നായകനോട് ഏറ്റവും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏറ്റവും ഹാഷായിട്ടുള്ളൊരു റിയാലിറ്റിയാണ്. പക്ഷേ ദാറ്റ് ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ് ഫിലിം. അത് തന്നെയാണ് ഇതിൻ്റെ അടുത്തൊരു വലിയ പോസിറ്റീവ്. ഇത് എന്നിലുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരുപാട് പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ചിന്തകളൊക്കെ ഉണ്ട്. അത് അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നായകൻ്റെയോ നായികയുടെയോ പക്ഷം പിടിക്കാൻ പോയിട്ടില്ല. അതായത് ഇവനെ അവൾ തേച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമഡി മ്യൂസിക് ഇട്ട് അതിൽ കുറേ കാര്യങ്ങളായിട്ട് കാണിച്ചു പോവുക. അല്ലെങ്കിൽ നായകൻ്റെ ഭാഗത്ത് നായകൻ ഇതൊക്കെ കാണിക്കുമെങ്കിൽ അവനൊരു പാവമാണ് കേട്ടോ എന്ന് പറഞ്ഞ് മ്യൂസിക് ഇട്ട് നായകനെ അങ്ങ് പെരുപ്പിച്ച് കാണിക്കുക. അവസാനം ആരെങ്കിലും ഒരാൾ മാപ്പ് പറഞ്ഞിട്ട് അങ്ങ് സെറ്റിലാവുക എന്നൊക്കെ പറയുന്ന പോലത്തെ പക്ഷം പിടിക്കൽ പരിപാടികളിലേക്ക് ഒരു ഘട്ടത്തിലും സിനിമ പോകുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് ബ്യൂട്ടി. അടുത്തത് ഈ സിനിമയിലെ ഓരോ ഇൻസിഡൻറ്റിൻ്റെയും പ്ലേസ്മെൻറ്റാണ്. അവർ ബ്രേക്കപ്പ് ആവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, ഒരാൾ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ മുട്ടി പോകുമ്പോൾ ഇവരെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. യാത്ര എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ട അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. യാത്ര നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്പേസിലേക്ക് ഈ ട്രാൻസിഷനെ അവർ കൊണ്ടുവച്ചു എന്നുള്ളത്. അതുപോലെ ഈ സിനിമയിലെ ഓരോ സീക്വൻസുകളും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. എൻ്റെ അടുത്ത പോസിറ്റീവ്, എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവുകളൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഇതൊരു നല്ല സിനിമയാണ്. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പോയി കാണണം. അതല്ല ഒരു റിലേഷൻഷിപ്പിലാണ്, അത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ സിനിമ പോയി കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.